എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനുഭവമാണ് ഗുരു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അനുഭവങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അതിന് മാത്രമുള്ള അറിവുകളും ജീവിതത്തിൻ്റെ വിശാലമായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളും അയാൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ചാണ്. അതായത് അനുഭവങ്ങൾ വളരെ കുറവുള്ള പുതിയ തലമുറയെക്കുറിച്ച്. അനുഭവങ്ങൾ കുറവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും നമ്മുടെ പുതിയ തലമുറയ്ക്കുണ്ട്. അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. അതായത് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് തിരിച്ചറിവുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തെ നേരിടാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം. എന്നാൽ പുതിയ തലമുറയ്ക്ക് അങ്ങനെയുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവുന്നില്ല. നമ്മുടെ ഓരോ വീടുകളിലും എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഏകദേശം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അതൊക്കെ സാധ്യമാകുന്നൊരു സാഹചര്യവും കുട്ടികൾക്കുണ്ട്. അതായത് പ്രശ്നങ്ങളെ അധികം നേരിടുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നില്ല എന്ന് കാണാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും കിടക്കുന്നു, ആഗ്രഹിച്ചതൊക്കെ അവർക്ക് ലഭിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, അവർ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളിടത്ത് അവരെവിടെയാണ് ജീവിതം പഠിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു കുട്ടിക്ക് വളർന്നു വരാൻ സാധിച്ചില്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ അവനവൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാലത്ത് ആ വ്യക്തി പരാജയപ്പെടും. അതിൻ്റെ കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന ഒരാൾ, പ്രശ്നങ്ങളൊന്നും അധികം അനുഭവിക്കാതെ വളർന്ന ഒരാൾ തൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ, അതായത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നു. കാരണം കുട്ടിക്കാലം മുതലേ പ്രശ്നങ്ങളെ ഒന്നും അയാൾ നേരിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്കുണ്ടാവുക? വിശപ്പ് അറിഞ്ഞവന് മാത്രമേ ഭക്ഷണത്തിൻ്റെ വിലയറിയാനാവൂ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ പണത്തിൻ്റെ വാല്യൂ തിരിച്ചറിയാനാവുകയുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുഭവിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും മികച്ച വ്യക്തിയായി രൂപപ്പെടുക. അനുഭവങ്ങളില്ല എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അനുഭവങ്ങളല്ലേ എന്ന്. തീർച്ചയായിട്ടും എല്ലാം അനുഭവങ്ങൾ തന്നെയാണ്. അനുഭവങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളില്ല എന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ നമുക്ക് തിരിച്ചറിയാനാവണമെങ്കിൽ ജീവിതത്തിൽ അവനവൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ അനുഭവിച്ച് കടന്നു വന്ന ഒരാളാണ് നമ്മളെങ്കിൽ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെയും മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളെയും നമുക്ക് തിരിച്ചറിയാനാവും. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വളർന്ന ഒരാളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ അവരോടൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുവാനോ സാധ്യമല്ല എന്നുള്ളതാണ്. അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ വിശപ്പറിഞ്ഞവന് മാത്രമേ ഭക്ഷണത്തിൻ്റെ വിലയറിയാനാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നൽകുക എന്നതാവരുത് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. പ്രശ്നങ്ങൾ അവർ കണ്ട് വളരേണ്ടതുണ്ട്, അവർ അനുഭവിച്ച് തന്നെ വളരേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അവർ തൊട്ടറിയേണ്ടതുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല വീടുകളിൽ സംഭവിക്കുന്നത് അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങൾ മക്കൾ അറിയുന്നില്ല, വീടുകളിലെ പ്രശ്നങ്ങൾ മക്കൾ അറിയുന്നില്ല. ഒരു പ്രശ്നങ്ങളും അറിയാതെ അവർ വളർന്നു കഴിഞ്ഞാൽ നാളെ അവർ കുടുംബമായി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ എങ്ങനെയാണ് നേരിടുക? മറിച്ച് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മക്കൾ അറിഞ്ഞുകൊണ്ടാണ് വളരുന്നതെങ്കിൽ നാളെ അവരൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ഉണ്ടാകും കുറേ പ്രശ്നങ്ങളും കുറേ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എൻ്റെ അച്ഛനമ്മമാരും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ വളർത്തിയത് എന്ന ബോധം, എന്ന ചിന്ത, എന്ന തിരിച്ചറിവ് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ഓരോ കുട്ടിയും കടന്നു പോവേണ്ടതുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടിക്കൊടുത്ത് അവരെ വഷളാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളായിരിക്കില്ല എന്ന ചിന്ത ഒരാൾക്കുണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ ചില സങ്കടങ്ങളെയും ചില പ്രശ്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ചില നല്ല മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുക. പ്രശ്നങ്ങളൊന്നും അറിയാത്ത കുട്ടികളാക്കിയിട്ട് അവരെ വളർത്തുക എന്നതൊന്നും നിങ്ങളുടെ ലക്ഷ്യമാക്കേണ്ടതില്ല. ഒരു പ്രശ്നവും നേരിടാതെ കടന്നു വരുന്നതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളിലൊക്കെ അവരങ്ങ് മാനസികമായി തളർന്നു പോകും. പ്രശ്നങ്ങളെ ശക്തമായിട്ട് നേരിടാനുള്ള കരുത്ത് പലപ്പോഴും അവർക്ക് ഇല്ല എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനം അവർക്ക് ശക്തമായിട്ടുള്ള അനുഭവങ്ങളില്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളില്ല. ജീവിതം ഒരു പാഠപുസ്തകമാണ്, അനുഭവങ്ങളുടെ പാഠപുസ്തകം. അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഒരു മികച്ച വ്യക്തിയായിട്ട് ഒരാൾ രൂപപ്പെടുന്നത്. ഒരു കുട്ടി ഒരു മികച്ച വ്യക്തിയായിട്ട് രൂപപ്പെട്ടു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നതെല്ലാം മികച്ചതാക്കാൻ പറ്റും എന്നുള്ളതാണ്. അവനൊരു ജോലി ചെയ്യുന്ന ജോലി ഇടങ്ങളിലാവട്ടെ, സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ബിസിനസ് ആവട്ടെ, മറ്റെന്തെങ്കിലും മേഖലകളിലാവട്ടെ, ഇവിടെയൊക്കെ മികച്ച ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടാൻ ഒരാളെ സഹായിക്കുന്നത് പിന്നിട്ട വഴികളിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളായിരിക്കും. ആ അനുഭവങ്ങളിൽ തന്ന പാഠങ്ങളും തിരിച്ചറിവുകളും ഒക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അയാളെ സഹായിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മറ്റുള്ളവരുടെ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരാളാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ജീവിതത്തിൽ എല്ലാ തരത്തിലും വിജയിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ മികച്ച കുട്ടികളാക്കിയിട്ട് വളർത്തുക, അനുഭവങ്ങളുള്ള കുട്ടികളാക്കിയിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടികളാക്കിയിട്ട് അവരെയൊക്കെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ അവരൊക്കെ മികച്ച വ്യക്തികളാവും. അവരൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളായി, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തികളായി, അവനവൻ്റെ ജീവിതത്തെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള മക്കളായിട്ട് അവരൊക്കെ വളരും. എല്ലാവർക്കും അങ്ങനെയുള്ള മക്കളെ വളർത്തി വലുതാക്കുവാൻ സാധിക്കട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.